എന്നെ കണ്ടത് ആദ്യമായിട്ട് ഇത്ര സന്തോഷം ആർക്കെങ്കിലും ഞാൻ നേരെ വന്നു. ഞാൻ എവിടുന്നും വരാനില്ല. അപ്പൊ ഞാൻ വരില്ലേ സാധനം പിടിച്ചത് എനിക്കറിയില്ല, ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയുള്ളൂ. ഹലോ, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ്. ഇന്ന് നമ്മൾ എത്തിയിട്ടത് വളകാപ്പിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പൊ വളകാപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താ വെച്ചാലേ നമ്മളെ വളകാപ്പ് നടത്താൻ തീരുമാനിച്ചു ഫസ്റ്റ്. അത് എല്ലാവരും വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മുടെ കസിൻസ് കുറച്ച് പേര്, പിന്നെ ജിത്തുൻ്റെ ഫാമിലി, അമ്മാവൻ്റെ ഫാമിലി, അങ്ങനെ കുറച്ച്. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും സംഭവം ഫ്ലോപ്പായെന്ന് വിചാരിച്ചു. ആർക്കും വരാൻ പറ്റണില്ല. ഒരാൾക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട്, ഒരാൾ ഒറ്റപ്പാലത്ത് നിന്ന് വരണം, ഒരാൾ കുവൈറ്റിൽ നിന്ന് വരണം, അങ്ങനെയൊക്കെ ആയി. ഒരാളുടെ വിസ പ്രശ്നമായി. അപ്പോൾ അത് ക്യാൻസലായി എന്ന് വിചാരിച്ചു. പിന്നെ പെട്ടെന്നൊരു 4 ദിവസം മുന്നേ എൻ്റെ അനിയൻ നാട്ടിലെത്തിയില്ലായിരുന്നു. നമ്മളിവിടെ ഒരു പൂരമുണ്ട്, നമ്മുടെ പൂരം വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ ആ സമയത്ത് നടത്താൻ അതിൻ്റെ തലേദിവസമാണ് ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും വരുമല്ലോ. അങ്ങനെ അത് ക്യാൻസലായപ്പോൾ പിന്നെ എൻ്റെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ കുറേ വളരണം, ഇങ്ങനെ ഇതൊക്കെ തേക്കണം, ഫോട്ടോ എടുക്കണം, അങ്ങനെയൊക്കെ നമുക്കൊരു ഇഷ്ടമാണല്ലോ അതൊക്കെ. അതും ഇത്രയും കൊല്ലം കത്തിരുന്ന് കിട്ടിയിട്ട് നമ്മളൊക്കൊന്ന് എന്താ പറയുക, അങ്ങനെ ഒരു വീഡിയോ ഒക്കെ വേണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ക്യാൻസലായി. പിന്നെ ആ 4 ദിവസം കൊണ്ടിട്ട് അവിടെ മാളുവാണ് കുവൈറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ അനിയനും അവളും കൂടി സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് ഇരുന്നു. അപ്പോൾ ആ സമയത്ത് ജിത്തുവാണെങ്കിൽ ബാംഗ്ലൂരായി. അപ്പോൾ ജിത്തുവിനും വരാൻ പറ്റില്ല, പിന്നെ ഇത് നടത്തണില്ല, അങ്ങനെയൊക്കെ ആയ പിന്നെ അങ്ങനെ അത് വിട്ടു. പിന്നെ ഒരു 4 ദിവസം കൊണ്ട് അതെല്ലാവരും കൂടിയിട്ട് അടിപൊളിയാക്കി നടത്താനുള്ള പ്ലാനാക്കി. അടിപൊളി പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാം ഒരുക്കി. എല്ലാം അവർ തന്നെയാണ് ചെയ്തത് കേട്ടോ. എൻ്റെ കസിൻസ് ഫ്രൂട്ട്സ്, സ്വീറ്റ്സ്, പിന്നെ എന്തൊക്കെയാ വള ഞാൻ വാങ്ങിയിട്ടായിരുന്നു മുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടം വള. ഇങ്ങനെ ആ ടൈമിൽ നന്നായിട്ട് ഇങ്ങനെ ഇട്ട് നടക്കണം എന്ന്. അത് ഞാൻ ചെന്നൈയിലൊക്കെ ആയ കാരണമായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണാനും ഒക്കെ. അപ്പോൾ എൻ്റെ ആകുമ്പോൾ എനിക്കും ഇടണം നല്ല ആഗ്രഹമായിരുന്നു. അങ്ങനെ വളയൊക്കെ വാങ്ങി വെച്ചു. ബ്ലൗസൊക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്തു. പിന്നെ അത് ക്യാൻസൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി, വളയൊക്കെ മുന്നേ ഇട്ട് തുടങ്ങി ഞാൻ. പിന്നെ പെട്ടെന്ന് പിന്നെ അതങ്ങോട്ട് നടന്നു. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് കേട്ടോ. നല്ല ഗ്രാൻഡായിട്ടൊന്നല്ല, ജിത്തുവിൻ്റെ കസിൻസും അതുപോലെ എൻ്റെ കസിൻസാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര എന്താ പറയുക, വലിയൊരു താങ്ക്സ് പറയണം. പിന്നെ ഇതിൽ വരാൻ പറ്റാത്ത എൻ്റെ അച്ഛൻ്റെ ബ്രദറൊക്കെ ഉണ്ട്, ഫാമിലീൻ്റെ, അവർ കുവൈറ്റിലാണ്. അപ്പോൾ അവർക്കും ഞങ്ങൾ വീഡിയോ കോളിലൊക്കെ വന്നു. പക്ഷെ എന്നാലും ആ ഒരു സമയമായ എനിക്ക് അങ്ങനെ ശരിക്കും വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാൽ അവരേനെ മിസ് ചെയ്തു. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, പെട്ടെന്ന് ഒരു 4 ദിവസം കൊണ്ട് ഒക്കെ ആയ ഒരു വളകാപ്പാണ്. മുന്നേ നമ്മൾ പ്ലാനൊക്കെ ചെയ്തു, ഇന്ന് ചെയ്യണം, അത് ചെയ്യണം, മൈലാഞ്ചി ചെയ്യണം ഒക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ എല്ലാവരും വരവും കാര്യങ്ങളൊക്കെ ഉറപ്പില്ല. അതുപോലെ മാളൂന് തലേ ദിവസം എത്താൻ പറ്റുള്ളൂ, ചിലപ്പോൾ വരില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അത് ക്യാൻസലായി. ജിത്തും നാട്ടിലില്ല, ബാംഗ്ലൂരാണ്. അപ്പോൾ പിന്നെ അത് അങ്ങോട്ട് ക്യാൻസലായി. അപ്പോൾ വിഷമമായി. എന്നാലും സാരില്ല, ഇത്രയും കൊല്ലം കാത്തിരുന്നിട്ട്. എനിക്കാണെങ്കിൽ ഈ ഇങ്ങനത്തെ ചടങ്ങ് ഗ്രാൻഡായിട്ടൊന്നും നടത്തുന്നില്ല. ഞാൻ അണിഞ്ഞൊരുങ്ങി, അതുപോലെ തന്നെ വയറൊക്കെ പിടിച്ച് അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ വേണം ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ നടന്നു. അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ എത്താൻ പോകുന്നത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, കുഞ്ഞു കാര്യങ്ങളായിട്ട് ഒരു വളകാപ്പ്. പിന്നെ ചെന്നൈ സ്റ്റൈലാണ്. അതായത് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ചെന്നൈയിൽ തന്നെയായിരുന്നല്ലോ 10-34 വർഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇത് നമ്മളെപ്പോഴും പോകുന്നതും ഇങ്ങനത്തെ ഫംഗ്ഷന് പോകും കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നല്ല ആഗ്രഹമായിരുന്നു ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് പറ്റണ പോലെ നമ്മൾ ചെയ്തു, അത്ര തന്നെ കേട്ടോ. ട്രഡീഷണൽ ആണോ വെച്ചാൽ ചെറുതായിട്ടെന്ന് പറയാം. എല്ലാവരുടെയും ഇഷ്ടം നടന്നു, അത്ര തന്നെ. പിന്നെ ചെറിയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ, അത് പിന്നെ ആ വഴിക്ക് അങ്ങോട്ട് പോയി. ഹെൽത്തിൻ്റെ ആയാലും അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് മെയിനായിട്ട് വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്.
പിന്നെ ഇനി നമുക്ക് വീഡിയോസ് വരാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങും പിന്നെ 9ാം മാസത്തിൽ വയറ് കാണലും. ഇപ്പോൾ എനിക്ക് 9ാം മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ അങ്ങനെ റിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇത്രയും കൊല്ലം കഴിഞ്ഞ് കിട്ടുന്നതാണ്. പിന്നെ അങ്ങനെ പൊതുവെക്ക് താല്പര്യം കുറവായിരുന്നു, കൊട്ടിഘോഷിച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലോ. മുന്നേ ഒക്കെ നമുക്ക് ഒക്കെ നെഗറ്റീവായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചേക്കായിരുന്നു. ഇനി ബേബിയൊക്കെ വന്നിട്ട് കാണാട്ടോ. അതുപോലെ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ്, അങ്ങനെ അല്ലറ ചില്ലറ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിരിക്കും ഇനി വരിക. ഇനി എന്താവും എന്നറിയില്ല. അടുത്തത് ഒരു അമ്മയാവാൻ പോവാണ്, എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ ഇനി പ്രത്യേകം വലിയ കാര്യങ്ങളൊന്നും പറയാല്ല, ഇനി വീഡിയോ കണ്ടോളൂ. പിന്നെ എൻ്റെ കസിൻസിനും ജിത്തുൻ്റെ സൈഡിൽ നിന്ന് വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം അടിപൊളിയാക്കി തന്നു എൻ്റെ വളകാപ്പ്. അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോ കണ്ടോളൂ കേട്ടോ. ശരി.
അപ്പോൾ ദാ ഇനി കുറച്ച് ഫോട്ടോസൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി എന്താ പറയുക, ഒരുക്കുന്നതും പിന്നെ വീഡിയോയിൽ കിട്ടാത്തവരും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, വലിയ ഗ്രാൻഡായിട്ടൊന്നുമല്ല. അതുപോലെ ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ തന്നെ ഇരുന്നു. അതാണ് ലൈറ്റിന് കുറച്ച് പ്രശ്നമൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ. ഇനി ഇതൊക്കെ ചിലപ്പോൾ ബേബിയൊക്കെ വന്നിട്ടാവും കേട്ടോ വീഡിയോ ഒക്കെ വരുന്നുണ്ടാവുക. അതിന് ശേഷം തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ശരി.